പഠിച്ച ആളാണ്. ഈ പഠിച്ച് എനിക്ക് സന്നദ്ധ കിട്ടുകയാണെങ്കിൽ കൈകൊണ്ട് കിട്ടിട്ട് പൊരുത്തല്ലേ. ഇപ്പൊ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാളുണ്ട്, നിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ വല്യറമ്പ നമീസ കാഫി ഗൾഫിൽ നിന്ന് എന്തോ സർട്ടിഫിക്കറ്റിന് ആവശ്യം വന്നപ്പോ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒന്ന് വാങ്ങിത്തരുമോ. സന്താനത്തിന് മുമ്പ് പോയപ്പോ അവസാനം പറഞ്ഞു അത് നേരിട്ടൊന്ന് വാങ്ങണ്ടല്ലേ, ഇത് പോസ്റ്റായിട്ട് കൊടുക്കണ്ടാണോ. പരീക്ഷ എഴുതിയിട്ട് അത് വെക്കുന്ന പലരും അങ്ങനെ ഗൾഫിൽ നിന്ന് ചോദിക്കാറുണ്ട്. എന്നാലും ഒറിജിനൽ കൊടുക്കണോ, അവിടെ വന്നിട്ടേ കൊടുക്കൂ. 14 ദിവസം കൊണ്ട് സനത അയച്ചു കൊടുത്തു. ഒരുപാട് വസ്വാസം ഉണ്ടാക്കി. SKSSF സകല ബുള്ളറ്റും വരും, ഇതിന്റെ ഫോട്ടോ കോപ്പി വന്നു ഒക്കെ കഴിഞ്ഞപ്പോൾ അവസാനം കണ്ടിക്കണ് സുന്നി അഫ്കാറിലും അത് പ്രസിദ്ധീകരിക്കാൻ. ഇതിന്റെ പേരിന് സുന്നി ആഫുകാരുള്ള ഫുള്ളില്ല. ഈ സുന്നി ആഫുകാർ സുന്നി ദ്വാരം അല്ല എന്തേന്നു സത്യദ്വാരം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ സുന്നി അഫ്കാറിൽ വന്നു എന്തേ ദീപസ്തംഭ മഹാശ്ചര്യം 2 ആഴ്ച കൊണ്ട് സനത് ഇതും കൂടി വന്നപ്പോൾ ഉറപ്പിച്ചുട്ടാ. മർക്കസിന് 14 ദിവസം കൊണ്ട് സനത് കൊടുത്തു. ബേജാറാകാൻ ഒടുക്കിനും പോകണം. ഞാൻ ചോദിക്കട്ടെ, ആ സക്കാഫ് ഇപ്പൊ അവിടെ പോയി? SK കുട്ടികളെ, ഇങ്ങനെ 14 ദിവസം കൊണ്ട് സനത് കിട്ടിയ ഇബ്രാഹിം താലിമില്ലേ, ഇയാൾ അവിടെ പോയി? വെല്ലുവിളി ഒന്നും കൂടെ കേട്ടോളൂ. ഏതായാലും ഒരുങ്ങിയ നാളെ പരിപാടി വെക്കാൻ, നാളത്തെ പരിപാടി തന്നെ ആയിക്കോട്ടെ. ഈ സക്കാഫിയെ 14 ദിവസം കൊണ്ട് സനത് കിട്ടിയെന്ന് പറയുന്ന ഈ സക്കാഫിയെ നാളത്തെ മുക്കൂട്ടുമുന്നണി പരിപാടിയിൽ ഹാജരാക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കുക. ഒന്ന് കൊണ്ടുവരുങ്ങൾ പോട്ട് എവിടെങ്കിലും ഹാജരാക്കാൻ നേരിടേണ്ട നിങ്ങൾക്ക്. ഇപ്പൊ സനത് വിവാദമാണ് നടക്കുന്നത്. കൊണ്ടുവരുങ്ങൾ എന്തേ? ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങി പടച്ചതമ്പുരാനോട് പറഞ്ഞു, നേർച്ചകൾ നടത്തി. അവസാനം അയാൾ കുടുങ്ങി എന്നല്ല, മർക്കസിലേക്ക് വന്ന് കാന്തപുരം ഉസ്താദിനോട് മാപ്പ് ചോദിച്ചു. പത്രത്തിൽ വന്നു, സഖാഫി ചമഞ്ഞ ഇബ്രാഹിം ദാരിമി മർക്കസിലെത്തി മാപ്പ് പറഞ്ഞു. ഇതാ ഫോട്ടോ. നിഷേധിക്കാൻ കഴിയുമോ? എസ്കക്കാരോട് കൂടി നിൽക്കുന്ന, അവർക്ക് സ്ഥലം കൊടുക്കുന്ന, പരിപാടിയിൽ കൂട്ടുമുന്നണിയായ പാമ്പൻകൂട്ടിലെ നീർക്കോലിക്കോ മണ്ഡലിക്കോ രാജവമ്പാനൊക്കെ മൂർക്കട നടിക്കാൻ കഴിയോ? ഞാൻ ചോദിക്കുക. പേറിയവനെ നാറിയോനും പേറിയവനും മാറും. മനസ്സിലാക്കണം. നിങ്ങളെ സക്കാഫി മാപ്പ് പറഞ്ഞത് ആരിമി മാപ്പ് പറഞ്ഞു എന്നല്ല. പിറ്റേ ദിവസം കാസർഗോഡ് പത്രത്തിൽ എഴുതിയത് ഇബ്രാഹിം ദാരിമിയുടെ മാപ്പ് പറയൽ AK വിഭാഗങ്ങൾക്കിടയിൽ ചൂടേറിയ ചർച്ച. അതും കേവലം മാപ്പല്ല, സനതുമായിട്ട് വന്നു. മുദ്രപേപ്പർ ഇങ്ങോട്ട് വാങ്ങി 50 ഉറുപ്പ്യന്റെ. എന്നിട്ടാണ് എഴുതി 2004 മാർച്ച് മാസം 24-ാം തീയതി ഇബ്രാഹിം ദാരിമി സൺ ഓഫ് ഹസൻ എന്നിട്ട് പറഞ്ഞു, മതേങ്കാൽ വീട്ട് മിയാപദവ് മഞ്ചേശ്വരം ഒസങ്കോടി കാസർഗോഡ് ജില്ല എന്ന ഞാൻ കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ സ്ഥാപിച്ച് നടത്തിയിരുന്ന മർക്കസ് കാവത് സുന്നിയ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് SKSSFന്റെ പല വേദികളിലും സുന്നി അഫ്കാറിലും അടക്കം 89 സെപ്റ്റംബർ മാസത്തിലും ഇങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ചെയ്തൊക്കെ തെറ്റാണ്, കുറ്റമാണ്, വടക്കമായി മാപ്പ് ചെയ്യാൻ അപേക്ഷിച്ചു കൊള്ളുന്നു. ഇയാൾ തുറന്നു ഉസ്താദെ പുറത്തു പോകാൻ വയ്യ. സാഹസ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ നിങ്ങൾ നോക്കുകയാണ്. പാസ്പോർട്ട് കൊടുത്ത് നോക്കുമ്പോൾ പ്രശ്നമായി. ഉമ്മർക്ക് പോലും പോകാൻ വയ്യ, കുടുങ്ങിക്കള്. നിങ്ങള് പാസ്പോർട്ട് മാത്രമല്ല, ഈ കോലത്തിൽ മുത്തനബിയുടെ കേശത്തിന്റെ പേരിലും മറ്റും പച്ചക്കളവ് പറഞ്ഞാൽ പാസ്പോർട്ട് മാത്രമല്ല നിങ്ങൾക്ക് നഷ്ടപ്പെടും സഹോദരങ്ങളെ. മനസ്സിലാക്കണം. ഹബീബായ മുത്തനബി മദീനത്തെ റൗളയിൽ വെച്ചതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താ മനസ്സിൽ ദീനാണ്, അള്ളാഹുവിന്റെ ദീനിനോടാണ് കളി. ഒരു കാന്തപുരത്തിനോട് ദേഷ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാതാ. അതൊക്കെ പറഞ്ഞോളി, ശൈലിയൊക്കെ തീർത്തെടുത്തോളി. എന്തേ AP സ്ഥാനങ്ങളെ എതിർത്തിട്ട് കണ്ണാട്ടിപ്പറമ്പ് ഫൈസിന്റെ ശൈലി നിങ്ങൾ പെരി പോയി പറഞ്ഞാൽ മതി, കുട്ടികളോട് പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മതി, അതൊക്കെ നിങ്ങൾ പറഞ്ഞോളി. നമുക്ക് എതിർപ്പല്ല. AP സ്ഥാനോട് നിങ്ങൾ ഉസ്താദ് അതിനെ പുറകെ കെട്ടതാണ്. പക്ഷെ റസൂലുള്ളാഹി തങ്ങളുടെ മുടിയോട് കളിക്കരുത്, റസൂലുള്ളാഹിന്റെ വിശുദ്ധ കേശത്തോട് കളിക്കരുത്. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ സനദിൽ ഖസറജ് നേരിട്ട് വന്ന് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴും പറയണത് അത് ഖസറജ് ഇപ്പം ചക്കിക്കൊത്ത ചങ്കരനല്ലേ. എന്താ ചെയ്യാ? ഖസറജിന്റെ ഇപ്പൊ നേരിട്ട് തന്നെ എത്തി നിൽക്കുക. കോഴിക്കോട് പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. അത് ഖസറജ് വരുന്നൊന്നുമില്ല, അങ്ങനെ വിചാരിച്ചണ്ട. 20-ാം തീയതി തീരുമാനിച്ചിരുന്ന് അത് 21-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ട് അറിയിക്കാൻ വരുന്ന 20-ാം തീയതി വെള്ളിയാഴ്ച കോഴിക്കോട് പരിപാടി നടക്കുമെന്ന് അറിയിച്ചിരുന്നു. അത് 21-ാം തീയതിയിലേക്ക് ഇൻഷാ അല്ലാഹ് മാറ്റിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഖസറജിന് കേരളത്തിൽ നേരിട്ട് വന്നു നോക്കുക. എന്നാലും അത് അംഗീകരിക്കൂല. എന്തേ കാരണം? അബൂദാബിയിൽ ഈ പറഞ്ഞ മനുഷ്യനെത്തിയിട്ട് നമ്മളെ പൂരാട് വാക്കി എത്തിയിട്ട് പറഞ്ഞു, ഏതായാലും ഇതുവരെ വന്നില്ലേ, നമ്മൾ ഖദർജെടുത്തൊന്ന് പോയി കടങ്ങനെ മുടികളെയും വെച്ചാൽ മതി. വന്നില്ല അത് എത്തിയായിട്ട് തരാ. ഇവിടെ പോകാൻ എന്താ പറയുക, ഖദറജ് ചക്കിക്കൊത്ത ചങ്കരനല്ലേടാ അങ്ങോട്ട് കൊടുക്ക്. കണ്ണാടി പരമാശ്വര പൈശ്ശേരിയാണ്. ഇവിടെ കേരളത്തിൽ ഒരാൾക്ക് മുടി കിട്ടി എന്നും ആ മുടി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൂടെ അബൂബക്കറിന് കൊടുക്കണമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് മുടികളിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ട ഒരു മുടിയുടെ ചെറിയ കഷ്ണം സൂക്ഷിക്കാൻ അബൂബക്കറാണ് നല്ലത് എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് വ്യാജമാണ്, പച്ചക്കള്ളം. ഒരിക്കലും സംഭവിക്കാനിടയായില്ല. പലിശയിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് നബി തങ്ങൾ മുടി കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ പറഞ്ഞാൽ നടക്കില്ല. കള്ളത്തരം മാത്രം പറയുന്ന, തെളിയിക്കാൻ കള്ളത്തരം ഒന്നല്ല, ഇക്കാര്യത്തിൽ മാത്രം പറഞ്ഞ കള്ളത്തരം ഞങ്ങൾ തെളിയിക്കാം. അങ്ങനെ കളവ് മാത്രം പറയുന്ന, കളവ് തന്നെ ധാരാളമായി പറയുന്ന കദ്ദാബെന്ന് ശരി എല്ലാ അർത്ഥത്തിലും എന്ന് പറയുന്ന കദ്ദാബ് എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ഒരാൾ കൂടിയും അത് കൊടുത്തതോ ചത്തിക്കൊത്ത ചങ്കർ. കൊടുത്തതാരാണ്? കൊടുത്തത് ഈ ഇവിടെ ഞാൻ കേരള മുസ്ലിമീങ്ങളുടെ നേതാവ് മാത്രമല്ല, ആളില്ലാ മുസ്ലിം ജമിയത്തുകൾ അതിന്റെ ആളാണ് ചക്കിക്കൊത്ത ചങ്കരൻ. എന്റെ ഏപ്പിസ്ഥാൻ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് റസൂല സ്വപ്നത്ത് പറയില്ല. ഈ റസൂലുള്ളാഹിന്റെ സ്വപ്നം പല കഴിച്ചില്ലല്ലേ. ഇവിടെ നമ്പൂരി പറഞ്ഞ വഴി കോഴിക്കോട് ബസ്സേരി, അങ്ങനെ എടപ്പാളെത്തിയപ്പോൾ ബസ് നിർത്തി എറണാകുളത്ത് പോവുകയാണ്. എല്ലാവരും ചാടിക്കിറങ്ങിയപ്പോൾ ഇയാൾ കുത്തുന്നു ഇറങ്ങി. പിന്നെ ഇയാൾ രണ്ടാമത് മൂത്ത് വയ്ക്കാൻ പോയപ്പോൾ ആരോ പറഞ്ഞു, നമ്പൂരച്ചോ നിങ്ങളെ എറണാകുളം വണ്ടിക്ക് വന്നാലേ സൂപ്പർ ഫാസ്റ്റ് അത് പോകുന്നുണ്ട്. ബസ് പോവില്ല. ബസ് പോകുന്നുണ്ട്, ബസ് പോവില്ല. ഇയാൾ പറയും എന്തേ വെച്ച് ടിക്കറ്റ് ഇമ്പളെ കയ്യിലാണ്. ടിക്കറ്റ് ഇമ്പളെ കയ്യിലായി കാര്യമുണ്ടോ? സ്റ്റാറിങ് ഡ്രൈവറുടെ കയ്യിലായത് എന്ന മാതിരിയല്ല ഈ അന്തംകമ്മിന്റെ ഭർത്താവ്. എന്തേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണൂല, അങ്ങനെ കണ്ടിട്ട് കൊടുക്കാൻ പറയില്ല. എന്താ ഇപ്പൊ ഇതിന് മരുന്ന്? നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ പൈസയെ? മന്ദാനിഫിൽ മനാമി ഫഖദ് റാനി. ഒരാൾ ഇന്ന സ്വപ്നം കണ്ട ഇന്ന തന്നെയാണ്. ഇന്ന ശൈത്താന ലായത്തമസുൽ ബി സൂറത്തി, എന്റെ രൂപത്തിൽ ശൈത്താൻ വരൂല. ഈ ഹദീസ് ഉണ്ടോ അല്ലേ? നിങ്ങൾ പറയും. ഈ ഹദീസ് ഉണ്ടെങ്കിൽ പിന്നെ ഖദ്റജി കണ്ടൂടാ നിങ്ങൾ എങ്ങനെ പറയല്? അല്ലെ ഖദ്റജി ഉറങ്ങൂലാറേ, എന്നാ പിന്നെ കാണൂലാറേ. ഇത് ഉറങ്ങിയ പിന്നെ എന്താ പറയ? ഈ മൂക്കപ്പൊടി വെച്ച് തുമ്പാത്തമായിരുന്നല്ലാതെ ഒരു മട്ടം കിട്ടണ്ടേ? പറയാനുള്ള ചേലും പോലും കിട്ടണ്ടേ? അതിന് വലിയ രസമല്ല. ഖദ്റജിക്ക് റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടുകൂടാ, റസൂലുള്ളാഹിക്ക് നിർദ്ദേശം കൊടുക്കൂടാ, സംശുലുമായി ഈക്കക്ക് നിർദ്ദേശം കൊടുക്കാം. നോക്കണങ്ങൾ, മരിച്ച ഈക്ക ഉസ്താദ് മരിച്ചതിന് ശേഷം നന്ദിയിൽ വന്നിട്ട് നിർദ്ദേശമൊക്കെ കൊടുത്തിരുന്ന എവിടെ? ഇതാ സംശുലമ ഒരു വിസ്മയം സ്മരണികയാണ്. ഇതിലെ കണ്ണുകൾ സ്വപ്നത്തിന്റെ കഥ. മനാമുകളിൽ ഇഷാറത്ത്, സൂചന കൊടുക്കാൻ വർക്കില് കേട്ടോളൂ. ഷെയ്ഖുനായുടെ ശിഷ്യന്മാരിൽ പലരും വഫാത്തിന് മുമ്പും ശേഷവും പലപ്പോഴും ഷെയ്ഖുനായ സ്വപ്നത്തിൽ കാണുകയും പല ഇഷാർത്തുകളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങൾ ഞാൻ എഴുതുന്നില്ല. എൻ്റെ ഒരു സ്നേഹിതന് ഷെയ്ഖുനായ സ്വപ്നത്തെ കണ്ട് റിഫായ് ഷെയ്ഖിന്റെ പേര് യാസീനോദാൻ പറഞ്ഞ കഥകളൊക്കെ പിന്നെ എങ്ങനെ പറയാൻ? നിങ്ങൾക്ക് സ്വപ്നം നല്ലോണം കാണാം, ഖദ്റജിക്ക് സ്വപ്നം കാണാനും പറ്റൂല. ഇതെന്ത് കഥയെ കൂട്ടരെ? ഇങ്ങനെന്താ മനസ്സിലാക്കി? നിങ്ങളെമാര് എല്ലാവരും പൊട്ടന്മാരാളാ? അല്ല, അങ്ങനെ ഉണ്ടല്ലോന്ന്. ഈ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടുകൂടാ എന്തേ? ഇങ്ങനെ പള്ളിക്ക് വേണ്ടി മുടി കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അപ്പൊ ചക്കിക്കൊത്തേ. ഞാൻ ചോദിക്കട്ടെ, എന്നാല് ഈ ഖദ്റജി പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞ് കത്തയച്ചാളാണല്ലോ ഈ ഖദ്റജിന്റെ ജ്യേഷ്ഠൻ അഞ്ചൻ. ആ അഞ്ചൻ കാക്കാനിതിൽ കത്തയച്ചു എന്നാൽ ആ കത്താളപ്പങ്ങള് പലയിടത്തും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു കാര്യം പറയല്ലേ, എന്താണെന്ന് വെച്ചാൽ കൂപ്പണ് ഇനിയും വേണമെന്നുള്ള ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം പാടെ വരുമ്പോഴേക്കും നമ്മുടെ സദസ്സിന് അലങ്കോലാകും. അത് ഇൻഷാ അല്ലാഹ് പരിപാടി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വിതരണം നടത്തുന്നതിൻ്റെ ഇടയിൽ പോണോലുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇൻഷാ അല്ലാഹ് സംഘാടകരോട് ആവശ്യപ്പെട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കാരണം കൂപ്പൺ കൊടുക്കൽ ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ വിഷാദനത്തിൽ എത്തൂല. പ്രധാനപ്പെട്ട കുറച്ച് ക്ലിപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നിർത്തേണ്ടതുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നെ സന്ദർഭോചിതാണ്. ഏതായിരുന്നാലും ഇത് കണ്ടങ്ങൾ അഞ്ചൻ എന്ന് പറഞ്ഞാൽ അയച്ച കത്ത, ഇത് പത്രക്കാർക്ക് വിതരണം ചെയ്ത കത്ത. ഈ കത്ത് കോലത്തിൽ പക്ഷെ താലൂതിലെത്തി നോക്കുമ്പോൾ വായിച്ച കത്ത് വേറെ കോലത്തിൽ. അതുകൊണ്ട് AP ഉസ്താദ് പറഞ്ഞു, ഈ കത്ത് ഒറിജിനലാണ്, സനത് തെളിയിക്കണോ? ഈ സനത് കൊണ്ട് കുടുങ്ങുകൾ ഉറപ്പാ. ഈ കത്ത് ഖദ്റജിയുടെ അനുജൻ അയച്ചതാണ് എന്ന് തെളിവുകൾ ഹാജരാക്കണം. ഒന്ന്. രണ്ട്, ഞാൻ പറയട്ടെ, ഖദ്റജി നേരിട്ട് വന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ സാക്ഷി നിർത്തി 10,000 പണ്ഡിതന്മാരെ മുമ്പിൽ വെച്ച് 1000 സാദാത്യങ്ങളെ മുമ്പിൽ വെച്ച് 100 അറബി പ്രമുഖരും ഡസക്കണക്കിന് ചാനലുകളും ഇപ്പോൾ ഓൺലൈനിൽ തന്നെ 1000 ആൾക്കാർ എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്.
എന്നതാണ്. അന്ന് ലക്ഷങ്ങൾ ലോകത്തിന് പരമാവധി പ്രസംഗം കേൾക്കാൻ അവരെ മുമ്പിൽ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ വിശുദ്ധ കേശം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അത് തെളിവല്ല. ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ കത്തയച്ച് നോക്കുമ്പോൾ തെളിവാണ്. നഊദുബില്ലാ. കണ്ട അവിടെ നിൽക്കടോ, കേട്ട ഞാൻ പറയട്ടെ. മനസ്സിലായില്ല? കണ്ട അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ. വല്ല അന്തും ഇങ്ങക്കുണ്ടോ കൂട്ട അന്തപ്പാത്രത്തിൽ കൈയിട്ട് കുറഞ്ഞ നനവ് പറ്റിക്കണ നിൽക്ക്. ബാക്കി അവിടെ കട്ടെ. കാരണം വിത്ത് ബോഡി ഖദർജ് വന്നിട്ട് പറയാണ്. എന്നിട്ട് അംഗീകരിക്കും. പോട്ടെ, AP സ്ഥാപനം സംബന്ധിച്ചുള്ള ഒരു ആരോപണം പറഞ്ഞിരുന്നല്ലോ. ഏത്? അരീക്കാട് പള്ളിന്റെ 5 ലക്ഷം അമുക്കി. അന്ന് എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു? അന്ന് ഇപ്പറഞ്ഞ മുക്കൂട്ടുമുന്നിലെ മുജാഹിദ്, ഞാൻ സ്കൂളിൽ 7 പഠിക്കുകയാണ്. ആ സമയത്ത് സൈക്കിളും ചവിട്ടിങ്ങനെ പോണ സമയം, ആ സമയത്ത് ഒപ്പമുള്ള മുജാഹിദ് മറ്റൊരു മുജാഹിദിനോട് പറഞ്ഞ് ഞാൻ കേൾക്കാം, അപ്പം അജി വരുന്നില്ലെന്ന് കാര്യക്കൊന്നക്ക് എന്തേ അവിടെ കട്ടാപ്പുരം വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ AP സ്ഥാനം സംബന്ധിച്ച് അവർ അന്ന് പറഞ്ഞിരുന്നതാണ്. നിങ്ങളാണ് അതിനെ അവസരമുണ്ടാക്കിയത്. പക്ഷെ അന്ന് കുലൈബി കത്തയച്ചില്ലേ, AP എൻ്റെ അമീനായ വക്കീലാണ്, ഞാൻ കൊടുത്ത എത്രയാണ്, അരിക്കട വഴിക്ക് എത്രയുള്ളൂ, അംഗീകരിക്കൂല. ഇപ്പൊ നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞപ്പം അരച്ചതും തീയത്തിച്ചും വെള്ളം പാർന്നു ഞാൻ തന്നെ വല്യോട്ടിക്കണ്ട ഇറങ്ങങ്ങൾക്ക്. ഇപ്പൊ പറയണം എന്താ നിങ്ങള്? അത് AP അന്ന് സോപ്പിട്ടതാ കുലൈബിനേന്നാ. ഒന്നിട്ട് കൊടുക്കും. കുലൈബിനെ AP സോപ്പിട്ട AP കഴിവ് ചില്ലറിയല്ല കേട്ടോ. നിങ്ങൾ കുലൈബിനെ AP സോപ്പിട്ടു പോകുന്നു. അലിഗാട് പള്ളി പ്രശ്നം ഉണ്ടായപ്പോ അവിടുന്ന് കുലൈബി എന്ന് പറഞ്ഞ ആളോട് പൈസ വാങ്ങിച്ചു. 5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. കൊടുത്തത് 3 ലക്ഷം 2 ലക്ഷം മറ്റാണ്. കുറെ പൈസ കൊടുത്തില്ല. ആ മുക്കി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പത്രങ്ങളിൽ എഴുതിക്കൊണ്ടു. അങ്ങനെ വന്ന് KK ഉസ്താദ് വിദേശത്തുള്ള സമയത്ത് കുലൈബിന്റെ അടുത്ത് ആ മഹല്യമായിട്ടുള്ള കൂട്ടിപ്പോയപ്പോൾ മൂപ്പർ പറഞ്ഞു, മൂപ്പരോട് കുലൈബി പറഞ്ഞു, ഞാൻ കൊടുത്ത് ചെയ്യാം എത്രയാ 5 ലക്ഷം. അപ്പോൾ KK ഉസ്താദ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം പോയല്ലോ, കൊടുക്കുന്ന പറയുന്നത്. അത് എന്തിനാ കൊടുത്ത്? അപ്പള്ളിക്ക് അത് ഉറപ്പിച്ചോ. ആ പള്ളിക്ക് തന്നെ കൊടുത്തു ഉറപ്പിച്ചു കൊടുത്തു KK ഉസ്താദിന്. നാട്ടിൽ ബഹളായി, കുഴപ്പമായി. അങ്ങനെ വന്നപ്പോ അവസാന കുലൈബിനെ സോപ്പിട്ടിട്ട് അങ്ങനെ എല്ലാ അവകാശം ഞാൻ മറ്റേ പള്ളിയിൽ കൊടുത്തിട്ട് മറ്റേ പള്ളിയിൽ കൊടുത്തിട്ട് ഒരു പള്ളി കൊടുക്കാൻ പള്ളി കൊടുത്തു. അത് കുലൈബിനെ സോപ്പിട്ട് കാണ്ടി എത്തിച്ചാൽ മാറ്റി. ഞങ്ങൾ തിരിച്ചു പോയിക്കട്ടെ. ഖദർജ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കണ്ണും മൂക്കും ബുദ്ധിയും വിവേകം മജ്ജയും മാംസവും ജീവനും ഒക്കെ ഉള്ള മനുഷ്യന്മാർ, ഈ മനുഷ്യന്മാരെ മുമ്പിളിച്ചിട്ടാ കുലൈബി കൊടുത്തല്ല ഖദർജ് കൊടുത്തത്. ആ കൊടുത്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കത്തയച്ചതാണ്. ആ കത്ത് നിങ്ങൾക്ക് സോപ്പിട്ട് വാങ്ങിക്കൂടെ? ഇതിങ്ങനെ പാരട്ട വിവാഹത്തുക മാത്രമല്ല, അങ്ങോട്ടും പോകാൻ കഴിയും. മാഷേ, ഈ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചണ്ടേ? ആലോചിച്ച് പറയണം, പറഞ്ഞിട്ട് ആലോചിച്ചരുത്. പറഞ്ഞിട്ട് ആലോചിച്ചരുത്, ആലോചിച്ചിട്ട് പറയണോ? ഇതിന്റെ അങ്ങോട്ടും വെച്ചൂടെ? അവസാനം കുലൈബ് തന്നെ വന്നിട്ട് തിരുത്തിയില്ലേ? പോട്ടെ, നല്ലൊരു മാർഗം ഉണ്ടല്ലോ. കുതിരന്റെ തൊള്ളിയിൽ പല്ല എത്ര ഉണ്ട് എന്തിനാ പീഡിയക്കലും തർക്കിക്കണു? തൊള്ളി കൈയിട്ട് തപ്പിവയ്ക്കാൻ കിട്ടൂലേ? തപ്പിവയ്ക്കാൻ കിട്ടൂലേ? ഈ പറഞ്ഞ ബാക്ക് കൂരാട ബാക്കവി നദിബി ഇയാൾ അബൂദാബിയിലെത്തിയപ്പോൾ നമ്മളെ പുറത്ത് മരിച്ചിട്ട് വന്നു. അല്ല ഉസ്താദെ, നിങ്ങൾ AP നിങ്ങൾ തമ്മിൽ ഫൈറ്റിങ്ങിലാണല്ലോ, ഞങ്ങളിപ്പോൾ ഇത് 2ന്റെ അടിയിൽ കുടുങ്ങുകയാണ്. ഖദർജിന്റെ അടുത്തൊന്ന് പോയിക്കാൻ നമുക്ക് ചോദിച്ചൂടെ എങ്ങനെയാന്നുള്ളത്? നിങ്ങൾക്ക് വന്നൂടെ? ഇയാൾക്കാരെ കള്ളിപോളിയും ഇയാൾ ഫോണെടുക്കണില്ല. ആദ്യം എടുത്തു കുടുങ്ങി, പിന്നെ എടുക്കുക. ലാസ്റ്റ് എൻ്റെ പൈസ കളയണ്ട, വിളിച്ച ആൾ വന്ന് നിന്റെ പൈസ പോകണം, നിങ്ങൾക്ക് എന്താ അവസ്ഥ ബേജാറ് ഇടിക്കുക. ഇയാളാണ് കുടുങ്ങി, ലാസ്റ്റ് ചൂടാകുക. ആ ഫോണൊന്ന് ഇട്ട് കൊടുക്കുക. കേട്ടോ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ? റാത്ത് തന്നെയാ? ഞാൻ പിന്നെ ദോഹന്ന് വിളിക്കുകയാണ്. ഉസ്താദിനോട് പിന്നെ ചെറിയൊരു സംശയം അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം പറയണ്ടിട്ടാ വിളിച്ചേ. കാരണം ഉസ്താദിനെ പോലുള്ള ആളുകളാണല്ലോ നമ്മുടെ ഇടയിൽ ഒരു മസ്ലഹത്ത് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നത്തിന്റെ ഒരു പരിഹാരം ഉസ്താദ് ഇത്രയും പെട്ടെന്ന് അബുദാബിയിൽ എത്തിയ സ്ഥിതിക്കാന്ന് പരിഹരിച്ചൂടെ? അതൊരു പാടാളോട് സംസാരിച്ചു പറയാനില്ല. ഇല്ല.